ഇന്ന് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി പൊരിക്കണം കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ എങ്ങനെ ക്രിസ്പി ആയിട്ട് ഉള്ളി പൊരിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എത്ര ഉള്ളിയാണോ എടുക്കുന്നത് അത് നല്ലവണ്ണം തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് കനലില്ലാതെ മുറിച്ചെടുക്കുക. കനലില്ലാതെ മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈകൊണ്ട് ഇതേപോലെ വിടർത്തിയിട്ട് കൊടുക്കുക. കനലില്ലാതെ മുറിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഒരേപോലെ പൊരിഞ്ഞ് കിട്ടുള്ളൂ. അതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു ചട്ടി അടുപ്പിൽ വെക്കുക. അടുപ്പിൽ വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നെയ്യ് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായതാണ്. അതിന് ശേഷം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. എത്ര പൊരിക്കാൻ ഉള്ളിച്ചാൽ ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഇളക്കി ഒരുപാട് തന്നെ ഇളക്കണ്ട. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയിട്ട് ഉള്ളി ഒന്ന് മയങ്ങിയിട്ടൊന്ന് പകുതിയായി വരും. എണ്ണൻ്റെ ഒപ്പമായി വരുന്ന സമയത്ത് നമ്മൾ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി പെട്ടെന്ന് കരിയും എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. പിന്നെ കോരി എടുക്കുന്ന സമയത്ത് നമ്മളത് ഹൈ ഫ്ലെയിമിലാക്കി വെക്കട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലൊന്നുമല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് നേരം മയങ്ങി വരുന്ന സമയത്ത് കൈയ്യെടുക്കാതെ ഇളക്കിയിട്ടുണ്ടെങ്കിലാണ് ഉള്ളി എല്ലാ ഭാഗവും ഒരേപോലെ പൊരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ കളറാകുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് കോരിയെടുക്കുക. ഒരുപാട് ഗോൾഡൻ കളറാകട്ടെ എന്ന് പറഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് കോരാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ കരിഞ്ഞു പോകുള്ളൂ. നമ്മൾ കോരി വെക്കുമ്പോഴേക്കും അത് കരിഞ്ഞു പോകും. ഇതേപോലെ കളറാകുന്ന സമയത്ത് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം എണ്ണ മുഴുവനും വാർന്നതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റിയതിന് ശേഷം കൈ കൊണ്ടോ ഒരു സ്പൂണ് കൊണ്ടോ നല്ല ചൂടുണ്ടാവും കേട്ടോ. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ ഇതിങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക. വിടർത്തി ഇടുമ്പോഴാണ് നമ്മുടെ ഉള്ളി ക്രിസ്പി ആയിട്ടും കിട്ടും, നല്ല ഗോൾഡൻ കളറായിട്ടും വരും. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടെ. പിന്നെ കൂടുതലൊക്കെ നമ്മൾ പൊരിച്ചെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇടരുത്. അപ്പോഴിത് ആദ്യം ഇട്ട ഉള്ളി അങ്ങനെ കുഴഞ്ഞു പോകും. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പിൽ തലശ്ശേരി മട്ടൻ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊരിച്ചെടുത്ത ഉള്ളിയാണ്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി. അതിൻ്റെ ലിങ്ക് നമ്മൾ ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ. ഇത് തലശ്ശേരി മട്ടൻ ബിരിയാണി ഇട്ടതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉള്ളി പൊരിച്ചെടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ. നമ്മൾ ഓരോ പ്രാവശ്യം പൊരിച്ചെടുക്കുന്ന ഉള്ളി ഓരോ ഭാഗത്തായിട്ട് ഇടുക. അപ്പോഴാണ് ഉള്ളി ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. മേലെ ഇട്ട് വരേണ്ട. അത് അടിയിലത്തെ ഇട്ടത് കുഴഞ്ഞു പോവുള്ളൂ. പിന്നെ നിങ്ങൾക്കിതിങ്ങനെ ഫ്രിഡ്ജിൽ സിപ്ലോ കവറിലാക്കിയിട്ട് വെക്കട്ടോ. ഒട്ടും ഫ്ലോപ്പായി പോവില്ല, കുഴഞ്ഞു പോകില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോയത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരനെ കൂടെ ഒരുപാട് നന്ദി.